വചനത്തിന്റെ ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റർ എൽവിസ് നൽകിയ എഫെസ്യർ 5-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ്. ദൈവരാജ്യം അവകാശമാക്കുക എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് നിഷ്പക്ഷമായി പരിശോധിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ അവകാശിയാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. കാരണം അനുസരണത്തിലൂടെ നമ്മെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയുണ്ട്, എന്നാൽ അനുസരണക്കേടിലൂടെ ന്യായവിധിയിലേക്ക് നയിക്കുന്ന മറ്റൊരു പാതയുമുണ്ട്. ഇവ തമ്മിലുള്ള കൃത്യമായ വ്യത്യാസമാണ് പാസ്റ്റർ എൽവിസ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഈ പഠനത്തിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. രാജ്യം അവകാശമാക്കൽ, അതിലേക്കുള്ള തടസ്സങ്ങൾ, ന്യായവിധിയുടെ യാഥാർത്ഥ്യം, ആധുനിക വിഗ്രഹാരാധന എങ്ങനെ നിർവചിക്കപ്പെടുന്നു എന്നത്, പിന്നെ ഒടുവിലായി രാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴികൾ. അപ്പോൾ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരാം, രാജ്യം അവകാശമാക്കൽ. ഇവിടെ വിശ്വാസികളെ ദൈവത്തിന്റെ പ്രിയമക്കളായിട്ടാണ് പ്രഭാഷകൻ അവതരിപ്പിക്കുന്നത്. എഫെസ്യർ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നത് പ്രിയമക്കളായി ദൈവത്തെ അനുകരിക്കാനും ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കാനുമാണെന്ന്. ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമിതാണെന്നാണ് പാസ്റ്റർ എൽവിസ് വ്യക്തമാക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു അവകാശിക്ക് സ്വന്തം പിതാവിന്റെ സ്വഭാവമുണ്ടായിരിക്കണമല്ലോ, അല്ലേ? ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം, രാജ്യത്തിലേക്കുള്ള തടസ്സങ്ങൾ. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ തടയുന്ന ചില ഗൗരവമേറിയ പ്രവൃത്തികളെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. എഫെസ്യർ 5-ാം അധ്യായം 5-ാം വാക്യം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അശുദ്ധനോ ദ്രവ്യാഗ്രഹിക്കോ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ യാതൊരു അവകാശവുമില്ല എന്ന് അത് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ തീർച്ചയായും പുറത്താക്കപ്പെടും. അവിടെ വിട്ടുവീഴ്ചകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഗലാത്യർ 5, 1 കൊരിന്ത്യർ 6 എന്നീ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പാസ്റ്റർ എൽവിസ് നൽകുന്ന തടസ്സങ്ങളുടെ ഒരു പട്ടികയുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദ്രവ്യാഗ്രഹം, അനുസരണക്കേട്, അതുപോലെ മാന്ത്രികവിദ്യയും വഞ്ചനയും വിശ്വാസികൾ ഒരിക്കലും കടക്കാൻ പാടില്ലാത്ത അതിരുകളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ തടസ്സങ്ങളുടെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന്? ഇത് വെറുമൊരു വിലക്ക് മാത്രമല്ല കേട്ടോ. അതാണ് നമ്മൾ മൂന്നാമത്തെ വിഭാഗത്തിൽ കാണുന്നത്, ന്യായവിധിയുടെ യാഥാർത്ഥ്യം. ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് നേരെ വരുന്ന ദൈവക്രോധത്തെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇവിടെ വിശദീകരിക്കുന്നത്. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാം വാക്യം വളരെ ഗൗരവമുള്ള ഒന്നാണ്. സകല രഹസ്യങ്ങളെയും ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. നാം രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് മറഞ്ഞിരിക്കില്ല എന്നാണ് പാസ്റ്റർ എൽവിസ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആരും കാണുന്നില്ല എന്ന് നാം കരുതുന്ന നിമിഷങ്ങൾ പോലും കൃത്യമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. പഴയ നിയമത്തില് ശാരീരികമായ കൊലപാതകമായിരുന്നു പാപമെങ്കിൽ മത്തായി 5-ാം അധ്യായത്തില് യേശുക്രിസ്തു ആ മാനദണ്ഡത്തെ കൂടുതൽ കർശനമാക്കുന്നുണ്ട്. അകാരണമായ കോപവും സ്വന്തം സഹോദരനെ നിസ്സാരനെന്ന് വിളിക്കുന്നതും പോലും വലിയൊരു കുറ്റമാണെന്ന് പ്രഭാഷകൻ എടുത്തുകാണിക്കുന്നു. ബാഹ്യമായ പ്രവൃത്തികളെക്കാൾ നമ്മുടെ ആന്തരികമായ വിചാരങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. ഇതിന്റെ ഗൗരവം അവിടെയും തീരുന്നില്ല. മത്തായി 12-ാം അധ്യായം 36-ാം വാക്യമനുസരിച്ച് നാം പറയുന്ന ഓരോ നിസ്സാരവാക്യനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിവരും. ദൈവത്തിന്റെ ന്യായവിധി എത്രത്തോളം സൂക്ഷ്മമാണെന്നതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണത്. നമ്മുടെ വാക്കുകൾ പോലും നമ്മെ കുറ്റവാളിയാക്കാം. ശരി, നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ ബൈബിൾ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് വിളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ധാരണകളെ അത് മാറ്റിയേക്കാം. അതാണ് 4-ാമത്തെ വിഭാഗമായ ആധുനിക വിഗ്രഹാരാധനയുടെ പുനർനിർവചനത്തിൽ നമ്മൾ കാണുന്നത്. സാധാരണയായി നാം വിചാരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരർത്ഥമാണ് പ്രഭാഷകൻ വിഗ്രഹാരാധനയ്ക്ക് നൽകുന്നത്. അതായത് വിഗ്രഹാരാധന എന്നാൽ വെറും പ്രതിമകളെ ആരാധിക്കൽ മാത്രമല്ല, ആന്തരികമായ അത്യാഗ്രഹവും പണത്തോടുള്ള അമിതമായ സ്നേഹവുമൊക്കെ വിഗ്രഹാരാധന തന്നെയാണ്. എഫേസ്യർ 5:5, കൊലോസ്യർ 3:5 എന്നീ ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായ അത്യാഗ്രഹത്തെ സാക്ഷാൽ വിഗ്രഹാരാധനയായിട്ടാണ് പാസ്റ്റർ എൽവിസ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് നമ്മളിൽ പലർക്കും വലിയൊരു അറിവായിരിക്കാം. 1 ശമൂവേൽ 15-ാം അധ്യായം 23-ാം വാക്യം ഇതിന് അടിവരയിടുന്നു. ദൈവഹിതത്തോട് മത്സരിക്കുന്നതും ശാഠ്യം പിടിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ വ്യാജദൈവങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് ഈ വചനം മുന്നറിയിപ്പ് നൽകുന്നത്.
നമ്മിലെ അനുസരണക്കേടിനെ ദൈവം എത്ര ഗൗരവമായി കാണുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. രാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴികൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഈ ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്ന് നോക്കാം. ഇത് വളരെ ലളിതമായ 3 പടികളായി കാണാം. 1. പിതാവിന്റെ ഇഷ്ടം ചെയ്യുക. 2. പുത്രനിൽ വിശ്വസിക്കുക. 3. ജലത്താലും ആത്മാവിനാലും പുതുതായി ജനിക്കുക. മത്തായി 7, യോഹന്നാൻ 6, യോഹന്നാൻ 3 എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവന്ന വ്യക്തമായൊരു രൂപരേഖയാണ് പ്രഭാഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. മത്തായി 7 അധ്യായം 21 വാക്യം ഓർമ്മിപ്പിക്കുന്നതുപോലെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വെറുതെ വാക്കാലുള്ള വിശ്വാസം മാത്രം പോരാ, പൂർണ്ണമായ അനുസരണവും പ്രവൃത്തികളും നിർബന്ധമാണെന്നാണ് പാസ്റ്റർ എൽവിസ് വ്യക്തമാക്കുന്നത്. വിശ്വാസം എന്നത് ഒരിക്കൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല കേട്ടോ. കഷ്ടതകളിലൂടെ കടന്നുപോകുമ്പോഴും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് അവകാശം സ്വന്തമാക്കുന്നത്. അതൊരു നിരന്തരമായ ആത്മീയ യാത്രയാണ്. അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം വെച്ച് ഈ അവസാന ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ ദൈവരാജ്യത്തിലെ നിങ്ങളുടെ അവകാശം ഉറപ്പാക്കുന്നതാണോ, അതോ അത് നിങ്ങളെ പുറത്താക്കലിലേക്കാണോ നയിക്കുന്നത്? നാം കണ്ട ആ 2 പാതകളിൽ ഏതിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.